എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സംഭവം എനിക്ക് പറയാനായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആദില നൂറയെ പറ്റിയിട്ട്, ബിഗ് ബോസിൽ പോയി കിടന്ന് അഴിഞ്ഞാടുന്ന 2 പെൺപിള്ളേരുണ്ടല്ലോ, അവരെ പറ്റിയിട്ട് എന്നാ ചോദിക്കുക, അവരെന്താ അഴിഞ്ഞാടുന്നത്, എന്താ കാണിച്ചു കൂട്ടാത്തത്, കുട്ടി നിക്കറ് വിട്ടുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ. അപ്പോൾ എന്തായാലും ആ പെൺകുട്ടികളെ പറ്റിയിട്ട് ഒരു ഉസ്താദ് പറയുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം ആ ഒരു പെൺകുട്ടികളെ പറ്റി മാത്രമല്ല, ലെസ്ബിയനായിട്ട് ജീവിക്കുന്നവരെ കുറിച്ചിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. സ്വവർഗരതി പ്രണയിനിയായി സ്വവർഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ട് ലെസ്ബിയനായി ജീവിച്ചതാകുന്ന വ്യക്തികളല്ലയോ. കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്ത് ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിനെയും ആദില എന്ന് പറയുന്ന പെണ്ണിന്റെയും ജീവിതത്തിലൂടെ കണ്ടില്ലേ അന്യരാക്കപ്പെട്ടതാകുന്ന സ്ത്രീകൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണ്. ലെസ്ബിയനായി നിലകൊള്ളുന്ന കാലഘട്ടമാണ്. അന്യരാകുന്ന പരപുരുഷന്മാര് പരസ്പരം സ്നേഹിച്ച് പരസ്പരം പൊരുത്തപ്പെട്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിവാഹം ചെയ്യുന്ന കേകളായി ഇന്നത്തെ നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലേ. 2018 സെപ്റ്റംബർ 6-ാം തീയതി സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് സ്വവർഗരതി അനുകൂലമായി വിധിച്ചപ്പോ അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. നഊദുബില്ലാ, ഇതെല്ലാം ഹറാമായ ജീവിതമാണെന്ന് നീ തിരിച്ചറിയാതെ പോയില്ലേ. ഹറാമാണെന്ന് നിനക്ക് വ്യക്തമാക്കി നൽകിയിട്ട് പോലും, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഉലമാക്കൾ പറഞ്ഞിട്ട് പോലും ആ ജീവിതമാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് സ്വവർഗരതി അനുകൂലിയായി നീ നിലകൊണ്ടവളല്ലേ. ഫകദാലികൽ യൗമ തുൻസാ, ഇന്ന് ഈ ആഖിറത്തിൽ പടച്ച റബ്ബ് നിന്നെ മറക്കുകയാ. ഇന്ന് നിനക്ക് അന്ധതയിട്ട് നൽകുകയാണ്. നീ ഒന്നും കാണേണ്ടതില്ല, ഒന്നും കേൾക്കേണ്ടതില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുസ്ലിം മതം ആണ് ഈ ലെസ്ബിയനെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു മതം എന്ന് പറയുന്നുണ്ട്. ആ ഒരു മതം ഇതിനെ, ഈ ഒരു വൃത്തികെട്ട ചിന്താഗതികളെ, ഈ ഒരു മനോരോഗത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നും നീ ഇങ്ങോട്ട് പറയണ്ട, എല്ലാം അങ്ങോട്ട് പറയാനുണ്ട്. ഈ ദുനിയാവിൽ ജീവിച്ച സമയത്ത് നീ കുറെ വർത്തമാനം പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടന്നു. ഇനി കുറച്ച് അങ്ങോട്ട് പറയാനുണ്ട്. ഇന്ന് മുസ്ലിം സഹോദരിമാർ നമ്മൾ പെൺകുട്ടികൾ തന്നെ പഠിക്കുന്നതാകുന്ന സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് എന്തിനാ? സുരക്ഷിതത്വം കൂടുതലായി കിട്ടാൻ. ലെസ്ബീനുകളായി ജീവിക്കുന്നതാകുന്ന ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയും ആദില എന്ന് പറയുന്ന സഹോദരി അടക്കം അവർ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അവരാണ് ഇപ്പൊ കേസിന് പോയത്. വാപ്പ വിളിച്ചുകൊണ്ട് പോയി ഒരു പെണ്ണിനെ, അപ്പൊ വാപ്പാക്കെതിരെ മറ്റേ പെണ്ണ് കേസ് കൊടുത്തു. ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ, ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി തരണം, ഒരുമിച്ച് ജീവിക്കാൻ. അതിനെതിരായിട്ടാണ് ഇന്ന പെണ്ണിന്റെ വാപ്പ തയ്യാറാകുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പെണ്ണിനെ സ്വന്തം ഉപ്പയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എന്റെ കൂടെ ജീവിക്കാൻ വിടണം. പോലീസുകാർ അത് അനുമതി കൊടുത്തു, ഒരുമിച്ച് ജീവിക്കുന്നു. എതിരായി നിൽക്കുന്ന വാപ്പായെ പിടിച്ച് ജയിലിലുണ്ട്. ഇതാണ് ലോകം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം? എന്താണ് വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലാണ് സുഖവും ആനന്ദവും എന്ന് മാത്രമല്ല, അവർക്കിടയിൽ കാലാകാലം ജീവിതം ഉണ്ടാവുക. 30, 40, 50, 60 കൊല്ലമായി രക്ഷിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ജീവിതം നയിക്കുന്നു. കെട്ടുറപ്പോടുകൂടി സുസ്ഥിരമായ ജീവിതം നയിക്കുകയാണ്. ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ അവർക്ക് മക്കളെ വേണ്ട, അവർക്ക് ഗർഭം പേരണ്ട, അവർക്ക് നൊന്ന് പ്രസവിക്കേണ്ട, അതിന്റെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് കുട്ടിയെ പോറ്റുന്നതിന്റെ കഷ്ടപ്പാടുകളോ യാതനകളോ ഒന്നും തന്നെ സഹിക്കേണ്ടതില്ല. പിന്നെ എന്താ ലക്ഷ്യം? കേവലം ഭോഗം മാത്രം, ശാരീരിക സുഖം മാത്രം. അത് മാത്രമാണ് അതിലൂടെ ലക്ഷ്യം. ഒരു സ്ത്രീയും പുരുഷനായിട്ടുണ്ടാവും ബന്ധപ്പെടുന്നതിലൂടെ എന്താണ് അവർക്കുണ്ടാകുന്നത്? സാലിഹായ ഒരു കുട്ടിയെ ജനിക്കാൻ, ആ കുട്ടി അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നു, ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുന്നു. മാത്രമല്ല അതിലൂടെ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും രണ്ടുപേരും സഹിക്കാൻ തയ്യാറാകുന്നു. ഒരു കുടുംബത്തിന്റെ പേരിൽ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭധാരണ വേളയിൽ മാതാവ് സഹിക്കുന്ന യാതന എത്രയാണ്, സ്ത്രീ സഹിക്കുന്ന യാതന എത്രയാണ്. ആ കുട്ടിയെ നൊന്ന് പ്രസവിക്കുന്നു, അവർക്ക് 2 വർഷം മുലയൂട്ടുന്നു. ആ മുലയൂട്ടപ്പെടുന്ന കുട്ടിക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കാൻ ഭർത്താവാകുന്ന പ്രിയപ്പെട്ട പിതാവ് തയ്യാറാവുന്നു. ഇതൊന്നുമില്ല ഒരു പുരുഷനും ഒരു പെണ്ണും തമ്മിൽ ജീവിതം നയിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ജീവിതങ്ങൾ ശാശ്വതമാകാത്തത്. 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴേ അവർ അടിച്ചു പിരിയുന്നത് മാത്രമല്ല, മറ്റൊരു പെണ്ണുമായിട്ട് ഈ പെണ്ണിന് കണക്ഷനാകാൻ. ഈ 2 പുരുഷന്മാർക്കിടയിലുണ്ടായ ബന്ധം അത് 2 വർഷം കൊണ്ട് മാറുന്നത് എന്തുകൊണ്ട്? അതിൽ ഏതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. കാരണം ഒരാളെ കൊണ്ട് സംതൃപ്തി അടയാൻ സാധിക്കില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് എത്തിപ്പോയി നമ്മുടെ ലോകം? എല്ലാ നന്മകളെയും എതിരായി തിന്മകൾക്ക് കുടപിടിക്കുന്ന കാലഘട്ടം. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി വരും തലമുറയുടെ അവസ്ഥ എന്താണ്? അടുത്ത തലമുറയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മക്കളെയൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അവരുടെയൊക്കെ കണക്ഷൻ ഏത് കൊലത്തിലാകും? ഏതൊക്കെ ബന്ധങ്ങളുണ്ട്? ഏതൊക്കെ വഴിപെട്ട രീതിയിലായി തീർന്നിട്ടുണ്ട്? നഊദുബില്ലാ, ആരാണ് ഇതൊക്കെ ചിന്തിക്കുക? നമ്മുടെ പെൺകുട്ടികൾ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പോലും ചേർന്നിരിക്കാൻ ഭയക്കുന്ന കാലഘട്ടം എന്നർത്ഥം. അവർ തമ്മിൽ ബന്ധം അനാവശ്യമാകുന്ന വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടുമോ എന്ന് മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഭയക്കുന്ന കാലഘട്ടം. വളരെ ശ്രദ്ധിക്കണം നമ്മൾ.
ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മളൊരു പരിപാടിക്ക് ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഗൗനിക്കണം. അവർ ഏത് രീതിക്കാണ് പോകുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത്, രാത്രിയായാലും അവരുടെ കിടപ്പ് എവിടെയാണ്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധുവീടുകളിലായിരുന്നാൽ പോലും, കാരണം ഒരു സെക്കൻഡ് മതി ജീവിതം അനാവശ്യമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഇതിനെ കാണണം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്ത് വേണം, എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു എനിക്ക് സാലിഹായ സന്താനത്തെ താ, എനിക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എൻ്റെ ഭാര്യ സന്താനങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, മുസ്ലിം മതം എന്നല്ല, ഒരു മതവും ഇതിനെ ഒന്നും അംഗീകരിക്കത്തില്ല. ഒരിക്കലും അംഗീകരിക്കാനായിട്ട് ആർക്കും സാധിക്കത്തുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം കുറേ പുരോഗമനവാദികളുണ്ട്, കുറേ ഫെമിനിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ വെറുതെ ഇതിനെ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മനുഷ്യഗണത്തിലുള്ള ആർക്കും ഇതിനെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, പട്ടി, പൂച്ച, ആട്, കോഴി, ഇതിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും, ഇതൊക്കെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന, അതായത് ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതല്ലാണ്ട് ഏതെങ്കിലും പെണ്ണാടും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പൊടിച്ചിപ്പട്ടികൾ തമ്മിൽ ജീവിക്കുന്നത് തമ്മിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് പറയുന്നത്, മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന, നാണിക്കുന്ന തരത്തിലുള്ള ജീവിതമാണ് ഇതുപോലെയുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്നത്. ഒരു മൃഗങ്ങളും ഇണചേരുന്നത് എതിർലിംഗത്തിലുള്ള ആളുകളല്ലാതെ സെയിം അതേ ലിംഗത്തിലുള്ള ആളുകൾ തമ്മിൽ ചെയ്യാറില്ല. അത് ആടായാലും കോഴിയായാലും പട്ടിയായാലും പൂച്ചയായാലും. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടികൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എടുത്ത് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ കൊണ്ടിട്ടിട്ട് അത് സമൂഹത്തിൽ കൊടുക്കുന്ന തെറ്റായ മെസ്സേജ് തന്നെയാണ്. ഒരുപാട് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ ഇവരുടെ കളിയും ചിരിയും ക്യൂട്ട്നെസ്സൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കും, ഇത്തരത്തിലായാൽ മതിയായിരുന്നു എന്ന്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനൊരു പോസ്റ്റിൽ കൊടുക്കാം കേട്ടോ, ഞാനൊരു പോസ്റ്റ് ഇട്ടേക്കാം. എൻ്റെ ചാനലിൽ വന്നൊരു കമൻറ്റാണ്, ഒരു സ്ത്രീയുടേതാണ്. ആ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്, ഭർത്താവുണ്ട്. പക്ഷേ അവർക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയുമായിട്ട് ഇതുപോലെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിന് ആദ്യം സ്നേഹമുണ്ടായിരുന്നു, ഇപ്പോൾ വലിയ സ്നേഹമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ടുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. അവരുമായിട്ട് ഇവർ ഫോണിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ കള്ളമാണോ ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മൊബൈലിൽ വന്ന, എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു മെസ്സേജാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആദില നൂറയെ തള്ളി പറയുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് അസൂയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളൊക്കെ എന്നെ തെറി പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സൗകര്യം പോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ആളുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദ്യം ഈ സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, വിവാഹമൊക്കെ ഉറപ്പിച്ച് വയ്ക്കുന്ന സമയത്തൊക്കെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ കാണിക്കും, വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറും. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി പരുഷമായിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾ കരുതുന്ന സ്നേഹമില്ലാഞ്ഞിട്ടാണെന്ന്. അത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലടോ. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ വരും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പോകേണ്ടി വരുമ്പോൾ, ചിലപ്പോൾ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ കടം മേടിക്കേണ്ടി വരും. ആ കടക്കാർക്ക് കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവും, മറ്റുള്ളവരുടെ മുഖത്ത് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കാണുന്ന നമ്മുടെ ആണുങ്ങളെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മുടെ അടുത്ത് വരുമ്പോഴുള്ള നമ്മളോട് കാണിക്കുന്ന ദേഷ്യം മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അവർ ജോലി സ്ഥലത്ത് നേരിടുന്ന സംഘർഷങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇരുന്നോട് പറയുന്നത് എപ്പോഴും ആ സ്നേഹം കുറവ്, സ്നേഹമില്ല എന്നൊക്കെയുള്ള ഡയലോഗുകൾ അടിച്ചിറക്കുന്നത്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കെട്ടിടം പണിക്കാരൻ എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. ഒരു കെട്ടിടം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എത്ര നിലയുടെ മുകളിൽ വരെ കയറി നിന്ന്, അവർ കൊട്ട വെയിലത്താണ് അവർ നിന്ന് ജോലി ചെയ്യുന്നത്. എത്രയോ എന്താ പറയുന്നത്, ചാരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി പൊള്ളുന്ന വെയിൽ അവർ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നു. അതേസമയം നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഉള്ള വീട്ടുജോലികളും ചെയ്ത് നമ്മൾ നമ്മളുടെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്നു. ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ശരീരം നൊമ്പലവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ അടുത്ത് കാണിച്ചു എന്ന് വരും. അതിനർത്ഥം സ്നേഹമില്ലെന്നാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്താ ഉള്ളത്? നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ വികൃതി കാണിക്കുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടില്ലേ? നമ്മൾ അവരെ തല്ലില്ലേ? അതിനർത്ഥം അവരോട് നമുക്ക് സ്നേഹമില്ലെന്നാണോ? എന്തായാലും ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.